الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുറന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. നമ്മൾ ദുൽഹജ്ജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 4 ദിനം. ദുൽഹജ്ജ് 8 ഹജ്ജ് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 8 തുടങ്ങി ദുൽഹജ്ജ് 13 കൂടി 6 ദിനങ്ങളിലാണ് ഹജ്ജ് നടക്കുക. വർഷത്തിലൊരിക്കൽ ദുൽഹജ്ജ് മാസത്തിൽ ഈ ദിവസങ്ങളിൽ മാത്രം നടക്കുന്ന കർമ്മമാണ് ഹജ്ജ്. ആരംഭിക്കുന്ന ദിനത്തിന് ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്നാണ് അതിൻ്റെ സാങ്കേതികമായ നാമം. നേർക്കുനേരെ പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുന്ന ദിനം എന്നാണ്. അന്ന് മിനയിലാണ് ഹാജിമാര് ഒത്തുകൂടുക. ഹജ്ജിന്റെ തുടക്കം മിനയിൽ നിന്നാണ്. ഇപ്പോൾ ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകൾ ദൂരദിക്കിലുള്ളവരെല്ലാം മക്കയിലെത്തി. ദുൽഹജ്ജ് 8 അവർ മിനയിലെത്തും. അന്നേ ദിനം അവർക്ക് പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാനില്ല. മുമ്പ് കാലത്ത് അല്ലെങ്കിൽ ഈ പദപ്രയോഗം ഈ നാമവുമായി പേരുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ മിനയിലും അറഫയിലുമൊക്കെ വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് മക്കയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് വലിയ തുകൽ സഞ്ചികളിലൊക്കെ ആക്കി തങ്ങളുടെ വാഹനമാകുന്ന ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത അതിനൊക്കെ നന്നായി വെള്ളം കുടിപ്പിച്ച് തീറ്റ കൊടുത്ത് അതിനെ സജ്ജമാക്കുന്ന ദിനമാണ് യൗമു തർവിയ. ഇന്ന് അങ്ങനത്തെ വാഹനങ്ങളല്ല. വെള്ളത്തിനോ ഭക്ഷണത്തിനോ അത്തരത്തിൽ ബുദ്ധിമുട്ടും ഇല്ല. ഒരു ദിവസം ദുൽഹജ്ജ് 8 പൂർണ്ണമായും ഹജ്ജിന്റെ ആദ്യ ദിനം ഹാജമാർ മിനയിൽ താമസിക്കുകയാണ്. ഒരുപാട് സമയമുണ്ട് അവർക്ക്. എന്നാൽ ഈ ഉള്ള സമയം അത്രയും എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കർമ്മവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നല്ല, 4 റക്അത്തുള്ള നമസ്കാരം അതാത് സമയത്ത് 2 റക്അത്തായി നിസ്കരിക്കാനാണ് നിർദ്ദേശം. ജമ്മില്ല, അവിടെ കസ്റുണ്ട്. ളുഹ്ർ 2 റക്അത്ത് ളുഹ്റിന്റെ സമയത്ത്, അസർ 2 റക്അത്ത് അസറിന്റെ സമയത്ത്, ഇഷ 2 റക്അത്ത് ഇഷയുടെ സമയത്ത്. അപ്പൊ ഉള്ള നമസ്കാരം പോലും ചുരുക്കി കൊടുത്തിരിക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ദിക്റോ ദുആയോ മിനയിൽ വെച്ച് ചെല്ലാൻ നിർദ്ദേശിച്ചിട്ടില്ല. പല പരിപാടി അവിടെ നടക്കുന്നത് വേറെ ഒരു സംഗതിയാണ്. എന്തിനാണ് ഇങ്ങനെ വിശദീകരിച്ച് ചോദിച്ചാൽ, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാനില്ല എന്നിരിക്കെ
സ്വയം വെള്ളം കുടിച്ച് സജ്ജമാകേണ്ടുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥയെ സുഖകരമായ അവസ്ഥയിലേക്ക് വിശ്രമത്തിലൂടെ മാറ്റേണ്ടുന്ന അത്തരം യാത്രാക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ കൂടെയുള്ള വാഹനം പരിഗണിക്കേണ്ട അവസ്ഥയോ ഇല്ലാതിരിക്കെ പിന്നെ എന്തിന് ഇങ്ങനെ ഒരു മിന എന്നത് ബുദ്ധിപരമായ ചിന്തയുള്ള മനുഷ്യന് മുമ്പിൽ ഒരു ചോദ്യമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉത്തരം നൽകുന്നുണ്ട് ഈ ചോദ്യത്തിന്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് അള്ളാഹു നിരീക്ഷിക്കുന്ന ഇടമാണ് മിന. വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണത്. മിനയുടെ ആ താഴ്വാരത്തിൽ, ആ മലകൾക്കിടയിൽ മുസ്ലിമീങ്ങൾ മാത്രമേ അന്നുള്ളൂ. ഹജ്ജിന് അവരാണല്ലോ വരിക. നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് കഴിയുമോ അവരുമായി ഒത്തുജീവിക്കാൻ, അവരെ ഉൾക്കൊള്ളാൻ, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, അവരിൽ ഓരോരുത്തരെയും പ്രയാസങ്ങൾ സ്വന്തം പ്രയാസങ്ങളായിട്ട് കാണാൻ, അവരുടെ വിഷമങ്ങൾ, അവരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ അത് സഹിക്കാൻ, ഉൾക്കൊള്ളാൻ, വിട്ടുവീഴ്ച കഴിയുമോ എന്ന് അവിടെ കൂടിയ മനുഷ്യരെ നിരീക്ഷിക്കുകയാണ് തമ്പുരാൻ. ഉഹുവത്ത്, റഹ്മത്ത്, നസീഹത്ത്, ഈസാ നമ്മൾ ഖുതുബയിലൂടെ വാദിലൂടെ കേൾക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഇസ്ലാമിക് എത്തിക്സ് അഥവാ ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങളിൽ പ്രധാന മൂല്യങ്ങളാണ് ഈ പറഞ്ഞത്. ഉഖ്വത്ത്, ആദർശ സാഹോദര്യം. ഓരോ മുസ്ലിമും തന്റെ ആദർശ ബന്ധുവാണ്. കുടുംബ ബന്ധത്തെക്കാൾ പവിത്രമാണ് ആദർശ ബന്ധുത്വം ഇസ്ലാമിൽ. കാരുണ്യം, റഹ്മത്ത്, നസീഹത്ത്, സാരോപദേശപരമായി ഗുണകാംക്ഷയോടെ പെരുമാറുക. ഈസാർ, പരക്ഷേമ തൽപരത, തന്നെക്കാൾ തന്റെ സഹോദരന് മുൻഗണന കൊടുക്കുക, തന്റെ ആവശ്യം മാറ്റിവെച്ചും അവരന്റെ ആവശ്യം പൂർത്തീകരിക്കുക. ഇസ്ലാമിക മൂല്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഖുതുബയിലൂടെ, വാദിലൂടെ, ഉറുദിയിലൂടെ. പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അന്നേ ദിനം അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ കൂടെ ഒത്തുജീവിക്കാൻ നിങ്ങൾക്ക് കഴിയോ എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടിപൃഷ്ടി സൗകര്യമാണ് മീനയിലുണ്ടാവുക. സൗകര്യങ്ങൾ കൂടിയ കാലമാണ് ഇപ്പോൾ. സെൻട്രലൈസ്ഡ് AC ടെന്റ, നല്ല മെത്ത വിരിച്ചിരിക്കുന്നു അവിടെ, നല്ല നല്ല പരവതാനി, തലയണ ലഭ്യമാണ്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും അതിന്റെ ഒരു കുടുസുണ്ട്. കൈയൊന്ന് ഇങ്ങോട്ട് വെച്ചാൽ അവരന്റെ മോന്തയും, കാലൊന്ന് ഇങ്ങോട്ട് വെച്ചാൽ മറ്റവന്റെ നെഞ്ചത്ത്. ഒരാൾക്ക് അഷ്ടിപൃഷ്ടി കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഏത് സമയത്ത് നിങ്ങൾ ചെന്നാലും ബാത്റൂമിൽ നിങ്ങൾ ക്യൂവിലാണ്. നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ പ്രായം ചെന്ന ഒരാൾ അങ്ങനെ പ്രാഞ്ചി വരുന്നു, അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കാൻ കഴിയും? അകത്തിരിക്കുന്ന സ്വന്തം സഹോദരന്റെ ആവശ്യ നിർവഹണം പൂർത്തീകരിക്കപ്പെടും വരെ നിങ്ങൾക്ക് ക്ഷമാപൂർവ്വം നിൽക്കാൻ കഴിയുമോ? കൂടെ അന്തിയുറങ്ങുന്ന മനുഷ്യരെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് ഉള്ള സൗകര്യത്തിനകത്ത് സ്വയം ഒതുങ്ങി നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾക്ക് ഉഖ്വത്ത് അറിയാം ഇസ്ലാമിന്റെ. നിങ്ങൾക്ക് റഹ്മത്ത് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഗുണകാംക്ഷയോടെ പെരുമാറാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ മറ്റവന് മുൻഗണന കൊടുക്കുന്ന ഈസാർ, പരക്ഷേമ തൽപരത സാധ്യമാകുന്നവരാണ്. ഇത് നിങ്ങൾക്ക് കഴിയോ എന്ന് നോക്കുക. പക്ഷെ കഴിയില്ല. നമ്മുടെ ആളുകൾ സലാം പറയരുത് എന്ന് പഠിപ്പിക്കുന്ന, ജനാസയിൽ പങ്കെടുക്കുമെന്ന് പഠിപ്പിക്കുന്ന, ക്ഷണിച്ചാൽ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന, കണ്ടാൽ മിണ്ടെന്ന് പഠിപ്പിക്കുന്ന പൗരോഹിത്യം ഇസ്ലാമിനകത്ത് പുതിയ മതമുണ്ടാക്കിയപ്പോൾ മുസ്ലിമീങ്ങൾ മാത്രം ഒത്തുകൂടുന്ന ആ വേദിയിലും അടി നടക്കും. മിനയിൽ അടി നടക്കുന്നത് ഈ ഉള്ളവൻ സങ്കടത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ. പക്ഷെ യാഥാർത്ഥ്യം ഇതൊക്കെയാണ്. അപ്പൊ യൗമു തർവിയ എന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാനില്ല. 4 റക്അത്ത് 2 നിസ്കരിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എങ്കിൽ നിങ്ങളുടെ ഹജ്ജ് ഉറപ്പായി. മുകളിലുണ്ട് തമ്പുരാൻ ഒന്നാം ആകാശത്ത്. അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഏതൊക്കെ അളവിൽ എങ്ങനെയെന്നാണ്. സ്വന്തം ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് അപ്പുറത്തുള്ള മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇല്ല. ഇസ്ലാമിക സമൂഹം ഒറ്റപ്പെടുത്തപ്പെടുന്നതിന്റെയും മർമ്മം ഇതുകൂടിയാണെന്ന് വിനയപുരസ്സരം വേദനയോടെ നാം ഓർക്കണം, ഏത് നാട്ടിലായിരുന്നാലും. അപ്പൊ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിന്റെ പാഠം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമസ്കരിക്കുന്ന, നമസ്കാരം നിർവഹിക്കുന്നവർ, 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവർ, നമ്മുടെ ഖിബ്ലയെ കഅബയായി അംഗീകരിക്കുന്നവർ, നാം അറുത്തത് കഴിക്കുന്നവർ, അവരെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അപ്പൊ മുസ്ലിമീങ്ങളുടെ ഐക്യം, സ്നേഹം, പാരസ്പര്യം, ബന്ധുത്വം, ആദർശ ബന്ധുത്വം
ഇതെല്ലാം ചേർത്ത് വെക്കുകയാണ് ഇസ്ലാം. ഇതാണ് ഹദീസ്. തിരുനബി അങ്ങനെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള എല്ലാവരും മുസ്ലിമീങ്ങളാണ്. കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന ഷിയാക്കൾ ഉൾപ്പെടെ മുസ്ലിമീങ്ങളാണ്. നമുക്ക് വിയോജിപ്പുണ്ട് ആദർശപരമായി. ഇവിടെ ഒരുപാട് ബിദ്അത്തും ഖുറാഫാത്തും ഇൻഹിറാഫാത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അവർ മുസ്ലിമീങ്ങളാണ്. ആ പൊതുഗണത്തിൽ അവർക്ക് മുസ്ലിമീങ്ങളാണ്. അവർ കഅബയെ ഖിബ്ലയായി അംഗീകരിച്ചിരിക്കുന്നു. 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാണ്. ഷിയാക്കൾ ചില വിഭാഗങ്ങൾ 3 വക്ത്, വേറെ വിഭാഗമുണ്ട്. എല്ലാ വിഭാഗത്തിലും വേറെ കുറെ ആളുകളുണ്ട്. അതൊരു പൊതു സാമൂഹിക ക്രമത്തിനകത്ത് ഒറ്റപ്പെട്ട കേസുകളാണ്. അത് വേറെ തന്നെയാണ്. പക്ഷെ ഈ പൊതു സാമൂഹിക ക്രമം അംഗീകരിക്കുന്നത് കൊണ്ട് അവരെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അവർ ബിസ്മി ചൊല്ലി അറുത്ത് കഴിക്കുന്നവരാണ്. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളോട് അള്ളാഹുവിന് സംരക്ഷണാധികാരമുണ്ട്. ദിമ്മത്തുല്ലാഹി ദിമ്മത്ത് റസൂലി, അള്ളാഹ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു, റസൂലുള്ളാഹിയും ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മത്തിഹി, അള്ളാഹു ഏറ്റെടുത്ത സംരക്ഷണാവകാശം നിങ്ങളായിട്ട് തുരങ്കം വെക്കരുത്. തുഖ്ഫിറു, നിങ്ങൾ കുഴി കുഴിക്കരുത്, ഓട്ടത്തുളക്കരുത്, നിങ്ങൾ വഞ്ചിക്കരുത്. നമ്മളോട് പറയാ ഷെയ്ഖ് അൽബാനി ഉദ്ധരിച്ച ഹദീസ. സഹോദരന്മാരെ, ഈ ആദർശ ബന്ധുത്വത്തിന്റെ ഏറ്റവും പവിത്രമായ ഇടമാണ് മിന. അങ്ങനെയാണ് ഹജ്ജ് തുടങ്ങുന്നത്. പിറ്റേ ദിവസം ദുൽഹജ്ജ് 9 അറഫയിലേക്ക് ഹാജിമാരും ഒഴുകുകയാണ്. വിശുദ്ധ ഖുർആൻ അഭിഷേകമായി പറഞ്ഞ ഒരു സൂക്തമാണ് മുഖദ്ദിമയിൽ ഓതിയ സൂറ അൽ ബഖറ 199-ാം വചനം. സുമ അഫീലു മിൻ ഹൈസു അഫാലന്നാസ്, ജനങ്ങൾ പിന്നെ എവിടെ നിന്ന് ഒഴുകുന്നുവോ അവിടെ നിന്ന് നിങ്ങളും ഒഴുകുക. ജനങ്ങൾ എവിടെ നിന്ന് പ്രവഹിക്കുന്നുവോ അവിടെ നിങ്ങളും പ്രവഹിക്കുക. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ജനങ്ങൾ എവിടെ നിന്നാ ഒഴുകുന്നത്? മിനയിൽ നിന്ന്. ഹജ്ജിന് എല്ലാവരും മിനയിലെത്തും ദുൽഹജ്ജിയുടെ. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഒഴുകുക ദുൽഹജ്ജ് 9 അറഫയിലേക്ക്. അതുകൊണ്ട് അല്ലാഹ് പറ, ആളുകൾ എവിടെ നിന്ന് ഒഴുകുന്നുവോ പ്രവഹിക്കുന്നു അവിടെ നിങ്ങളും പ്രവഹിക്കണം. എന്തേ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. അന്ന് കാലത്ത് മക്കയിലുള്ള ഖുറൈശികൾ അവര് ഈ പറയുന്ന അറഫയിലേക്ക് പോവില്ല. അറഫ ഹറം പരിധിക്ക് പുറത്താണ്. ദുൽഹജ്ജ് 9 അറഫ ദിനമാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. അറഫ കിട്ടിയവന് ഹജ്ജ് കിട്ടിയെന്ന. രോഗികളായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഹാജിമാരുണ്ടാവും. ഹജ്ജിന് പോയ ആളുകൾ, ഹാജിമാർ. ഇപ്പോ അറഫയിൽ മിനലൊക്കെ ആശുപത്രി സൗകര്യമുണ്ട്, മുമ്പ് കാലത്തില്ല. അപ്പൊ അന്നേ ദിനം ആശുപത്രിയിൽ നിന്ന് അവരെ ആംബുലൻസിൽ അറഫയിൽ കൊണ്ട് നിർത്തും. അവർക്ക് ഹജ്ജ് കിട്ടും. അവിടെ ബാക്കി എല്ലാ കർമ്മവും ബാക്കി കൂടെ പോയി ചെയ്യുക. അപ്പൊ അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി. അതാണ് മർമ്മം. അപ്പൊ മിനയിൽ നിന്ന് ഹാജിമാർ അറഫയിലേക്ക് ഒഴുകണം, അറഫയിൽ നിൽക്കണം ദുൽഹജ്ജ് 9-ന്. പക്ഷേ മക്കയിലെ ഖുറൈശികൾ നിൽക്കൂല, പോകൂല അങ്ങോട്ട്. കാരണം അവര് പറയുന്നത് ഞങ്ങൾ അഹ്ലുൽ ഹറമാണ്, ഞങ്ങൾ ഹറമിന്റെ ആൾക്കാരാണ്. വംശീയ മേധാവിത്വം, സവർണ മേധാവിത്വം പഠിക്കേണ്ട പാഠമാണ്. നമ്മുടെ രാജ്യത്തുൾപ്പെടെ സവർണ ആധിപത്യം വേരാഴ്ത്തി അവർണ ജാതിക്കാർ ജീവിക്കാൻ അർഹരല്ലെന്ന് പ്രഖ്യാപിച്ച് കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന കാല. അതിനപ്പുറത്ത് മുസ്ലിമീങ്ങൾ ഉൾപ്പെടെ ബാക്കി ആരും ജീവിക്കേണ്ടതിലാണ് തീരുമാനിച്ച കാല. പക്ഷേ ഈ വക അന്യായങ്ങളോട് ഒരു പ്രതികരണവുമില്ലാതെ ചത്തതിന് സമാനം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഇസ്ലാം പഠിക്കാത്തത് കൊണ്ട്. അല്ലാഹ് പറയാ, എല്ലാവരും പോകണം മിനയിൽ നിന്ന് അറഫയിലേക്ക്. നിങ്ങൾ ഖുറൈശികൾ മാറി നിൽക്കാൻ പാടില്ല. പഴയ കാലത്ത് അവര് മുസ്ദലിഫയിലാണ് നിൽക്കുക. മുസ്ദലിഫ ഹറം പരിധിക്ക് അകത്താ, അറഫ ഹറം പരിധിക്ക് പുറത്താ. അതുകൊണ്ട് മിനയിൽ നിന്ന് അറഫയിൽ പോവാതെ അവർ മുസ്ദലിഫയിൽ തങ്ങും. എന്നിട്ട് അറഫയിൽ നിന്ന് ഹാജിമാരെല്ലാം കൂടി മുസ്ദലിഫയിലേക്ക് വരുന്ന കൂട്ടത്തിൽ മുസ്ദലിഫയിൽ നിന്ന് അവരും നേരെ മിനയിലേക്ക് പോകും. ഇങ്ങനെയായിരുന്നു പഴയകാലം. ആ സവർണ മേധാവിത്വ വംശീയ വർണ്ണ ഡംപിന്റെ മണ്ടക്കിട്ടത് ഇടിക്കുകയാണ്. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. ഇവിടെ അങ്ങനെ ഒരു മേൽ ജാതി കീഴ്ജാതി ഇല്ല. ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചില പള്ളി കമ്മിറ്റികളൊക്കെ അതിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾക്ക് പള്ളി കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെടും. അങ്ങനത്തെ പള്ളികൾ കേരളത്തിലുണ്ട്. മിമ്പറിന്റെ പവിത്രത മാനിച്ച് ഇപ്പോൾ പേര് പറയുന്നില്ല. അതിലൊരു വിവാദങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. അവരിങ്ങനെ തൊഴിൽ നോക്കിയിട്ട മുടിവെട്ടുന്ന അത്തരം പണി ചെയ്യുന്ന ആളുകളെ മാറ്റുന്ന വൃത്തികേടി സമുദായം കൊണ്ട് നടക്കുന്നുണ്ട്. അത്തരം ഒരു വൃത്തികേട് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടായപ്പോൾ നിങ്ങൾ വായിച്ചോന്നറിയില്ല പത്രത്തിൽ. ഉക്രൈനിലെ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ വലിയ വലിയ മീഡിയകൾ വിലപിച്ചു.
യൂറോപ്യൻ കൺട്രീസിലെ അമേരിക്കയിലെ മീഡിയകളും വെളുത്ത നിറമുള്ള നീല കണ്ണുള്ള ആളുകൾ വധിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അതിൽ അവർക്ക് വലിയ വേദന. കാരണം വെളുത്തവരെ മാത്രമേ മനുഷ്യരായി കണ്ടുള്ളൂ. ഉത്തരേന്ത്യയിൽ ദലിതർ കൊലയപ്പെടുന്നു. ഇവിടുത്തെ സവർണന് വേദന ഉണ്ടാവില്ല. കാരണം അവൻ സവർണന് പറ്റിയാലേ വേദനിക്കൂ. അങ്ങനെ മനുഷ്യനെ മനുഷ്യതാക്കി മാറ്റുന്ന വൃത്തികേട്, വംശീയ ആധിപത്യം, വർണ്ണ ആധിപത്യം, വർണ്ണ ഡംബ്, സവർണ അവർണ വിവേചനം, അത്തരം ഒരു കാറ്റഗറീസിലും അംഗീകാരം. അതുകൊണ്ട് ഖുറൈശികളായ നിങ്ങൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ മര്യാദക്ക് അറഫയിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ നിർത്തിക്കളയി പണിയുന്ന. അത് പറയാൻ തമ്പുരാന് മടിയില്ല. നമ്മൾ ഓതുന്ന ഖുർആന്റെ വാക്യ സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസ്. പിന്നെ നിങ്ങൾ മിനയിൽ നിന്ന് അറഫയിലേക്ക് ഒഴുകണം, പ്രവഹിക്കണം. വസ്തഗ്ഫിറുല്ലാഹ്, അറഫ ഇസ്തിഗ്ഫാറിന്റെ ഭൂമിയാണ്. നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം നടത്തണം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. സനാതനത്വം എന്താന്ന് പഠിപ്പിക്കാം. മുഴുവൻ മനുഷ്യരെയും അവന്റെ അന്തസ്സ് പരിഗണിച്ചുകൊണ്ട്, ജീവിക്കാനുള്ള അവകാശം പരിഗണിച്ചുകൊണ്ട്, അവന്റെ ധന ജീവ മാനാദികളെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്ന ദർശനം മാത്രമാണ് സനാതനം. സനാതനത്തെ അവകാശപ്പെടുന്ന മതങ്ങൾക്ക് സനാതനത്വം ഇല്ല എന്ന് തുറന്നു പറയാൻ നമുക്ക് പറ്റണം, നമുക്കിടയിലെങ്കിലും. അങ്ങനെയാണ് ഇസ്ലാം. അതുകൊണ്ട് ഈ ഓരോ പോയിന്റിലും ഇതിങ്ങനെ ആവർത്തിച്ച് അതിന്റെ കുറവുകളെ വെച്ചുകൊണ്ട് അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് ഹജ്ജ് പഠിപ്പിക്കുമ്പോൾ നമ്മെ ഇസ്ലാമിന്റെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കാം. അങ്ങനെ അറഫയിലേക്ക് ഹാജിമാരെത്തി വന്നുകൊണ്ടിരിക്കുക. ദുൽഹജ്ജ് 9 നിങ്ങൾ അങ്ങ് അറഫയിലേക്ക് പോകുന്നു സങ്കല്പിക്കുക. അറഫയുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ 4 ഭാഗത്തേക്ക് നോക്കുകയാണ്. അപ്പൊ എല്ലാ ഭാഗത്തും ആളുകളെ കാണുന്നു. രാവിലെ മുതലേ ആളുകൾ പ്രയോഗിക്കും, തലേന്ന് വരെ ആളുകൾ എത്തുക. അങ്ങനെ നിങ്ങൾ എത്തേണ്ട ഒരു സ്ഥലത്തെത്തി. പിന്നെ നിങ്ങൾ 4 ഭാഗത്തേക്ക് നോക്കുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ അവിടെ ആളുകൾ പെരുകിയിരിക്കുന്നു. ഉച്ചയാകുമ്പോഴേക്ക് ആ പ്രദേശം അങ്ങ് നിറയുകയാണ് മനുഷ്യരായി. മക്ഷവിനെ നിങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരും. അല്ല, എവിടെ നോക്കിയാലും മനുഷ്യൻ. ഉച്ച കഴിഞ്ഞ് അറഫ ദിനത്തിലെ സമയം ആരംഭിക്കണം, അറഫ നൃത്തത്തിന്റെ സമയം. ആളുകൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറെ മനുഷ്യർ, ഇപ്പുറത്തിന് അവിടെയും മനുഷ്യർ. പിന്നെ നിങ്ങൾ അങ്ങോട്ട് മനുഷ്യർ പെരുകിയിരിക്കുന്നു. ആളുകൾ അങ്ങ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, ഏറ്റവും ഫലവത്തായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അള്ളാഹു തന്റെ ദാസന്മാരെ ദാസിമാരെ ഹാജമാരെ കാണാൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അന്നേരം തന്റെ കൂടെയുള്ള മുഖറബീങ്ങളായ മലായികത്തോട് അള്ളാഹു പറയും, യുബാഹി ബിഹിമുൽ മലായിക. മലക്കുകളുടെ മുമ്പിൽ ആത്മാഭിമാനത്തോട് അള്ളാഹു പറയും, കണ്ടില്ലേ എന്റെ ദാസന്മാർ, ശുഅസൻ ഉബറ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഡിങ്ങിയ വഴികൾ താണ്ടി പൊടി പിടിച്ച് യാത്രയുടെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ജടപിടിച്ച മുടിയും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി കണ്ടില്ലേ എന്റെ ദാസന്മാർ വന്നിരിക്കുന്നു എന്ന് തമ്പുരാൻ തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന മലക്കുകളെ നോക്കിയിട്ട് മലക്കുകളോട് ഈ ഹാജമാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന, ഉൻദുറു ഇലാ ഇബാദി, എന്റെ ദാസന്മാരെ നോക്കൂ നിങ്ങൾ, അത്തൗനി ശുഅസൻ ഖുബറ, അവരങ്ങനെ ജട പിടിച്ച മുടിയും അഴുക്കുള്ള വസ്ത്രവുമായി എന്റെ അടുത്ത് വന്നിരിക്കുന്നു, കണ്ടില്ലേ? അവർ ചോദിക്കും, ഞാൻ കൊടുത്തിരിക്കുന്നു, അവിടെ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ മലക്കുകൾ സംശയം പറയും, അവർക്ക് വേണ്ടി മാത്രമല്ല പടച്ചവനെ പ്രാർത്ഥിക്കുന്നത്, അവരോട് വസിയത്ത് ചെയ്തവർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തരും മറ്റൊരാൾക്ക് വേണ്ടി അവരെ ഏൽപ്പിക്കൊക്കെ പ്രാർത്ഥിച്ചിരിക്കുക. അവരുടെ കാര്യമോ യഖൂലുല്ലാഹു തആല ഖദ് ഗഫർതു, അവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ അന്ന് അവിടെ ഇറ്റി വീഴുന്ന കണ്ണുനീരിന് അത്രയും വിലയുണ്ട്. സ്വന്തത്തെ അറിഞ്ഞ്, തന്റെ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞ് അള്ളാഹുവോട് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അറഫ എന്ന പദത്തിന്റെ ഒരർത്ഥം എഴുത്തറഫ എന്നാണ്. തിരിച്ചറിഞ്ഞു എന്റെ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് ഒരു ദാസൻ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുന്ന ഇടമാണ് പാപമോചനത്തിന്റെ ഇടം. വർഷത്തിൽ ഒരിക്കൽ മാത്രം സജീവമാകുന്ന മരുപ്പറമ്പ്. ഇത്രയേറെ കണ്ണീര് വീഴുന്ന വേറെ ഒരു സ്ഥലമില്ല. തിരിച്ചറിവ്, അറിവ്, ടു നോ, ടു റെക്കഗ്നൈസ് എന്നൊക്കെയാണ് അറഫ എന്ന പദത്തിന്റെ അർത്ഥം. ആദമും ഹവ്വയും ഭൂമിയിൽ വന്നിട്ട് പരസ്പരം തിരിച്ച് അവിടെ വെച്ചാണെന്ന് പറയുന്നു. ഈ പദപ്രയോഗത്തിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഹജ്ജ് പഠിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഹജ്ജ് അവിടെ നിന്ന് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഹജ്ജും ബലിപെരുന്നാൾ ഇബ്രാഹിം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗം പഠിപ്പിച്ചു വെക്കുമ്പോൾ ഇബ്രാഹിമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, അറഫ്ത,
നിനക്ക് മനസ്സിലായോ? അറഫ്തു, എനിക്ക് മനസ്സിലായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഗുരുനാഥനായ അദ്ദേഹത്തിന് ഈ ശിഷ്യനായ ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു. അങ്ങനെയാണ് അറഫ എന്ന പദത്തിന്റെ പേര്. എഴുത്തറഫ്തു ദംബി, എന്റെ പാപം ഞാൻ തിരിച്ചറിഞ്ഞ് പടച്ചവനെ. അവിടെ വരുന്ന ഹാജി ഹാജ, എന്റെ കുറ്റങ്ങൾക്ക്, എന്റെ ജീവിതം എനിക്കറിയാം. എനിക്ക് പക്വതയും പാകത്ത് നാള് മുതൽ എനിക്ക് സംഭവിച്ച വീഴ്ചകൾ എനിക്കറിയാം. പടച്ചവനെ പുറത്തു തരണേ എന്ന് മനമുരുകി ഈ ഹാജിമാർ പ്രാർത്ഥിക്കുന്ന ഇടമായതുകൊണ്ടും അറഫ എന്ന പേര് അതിൽ വന്നിരിക്കുകയാണ്. അടുത്തതായി ആ പേരിന്റെ മറ്റൊരർത്ഥമാണ് പ്രധാനം, തിരിച്ചറിവാണ്. എന്താണ് ഈ ഹാജി തിരിച്ചറിഞ്ഞത്? മക്കയിലെത്തി കഅബയെ തവാഫ് ചെയ്ത് സഅയ് നടത്തി. കഴിഞ്ഞ ഖുതുബയിൽ കേട്ടതുപോലെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഈ ഹാജി. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു, ഞാൻ ആരെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഈ ദുൽഹജ്ജ് 8 ഇന്നലെ മിനയിലെത്തി. ആദർശ ബന്ധുക്കളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട പ്രാധാന്യത്തെ അംഗീകരിച്ചു. എനിക്ക് പറ്റും എൻ്റെ സ്വന്തം ആദർശ ബന്ധുക്കളുടെ കൂടെ അവർക്ക് മുൻഗണന കൊടുത്ത് അവരെ പരിഗണിച്ച് ജീവിക്കാൻ കഴിയും. ഞങ്ങൾ മുസൽമാന്മാർ ഒന്നാം. ഞങ്ങളുടെ ഒരാളുടെ പ്രശ്നം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു ശരീരത്തിന്റെ കണ്ണിന് വേദന എന്നാൽ ശരീരം മുഴുക്കെ ഉറക്കളക്കുന്നത് പോലെ ലോകത്തെയുള്ള മുസൽമാന്റെയും വേദനകൾ ഞങ്ങളുടെ സ്വന്തം വേദന അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഇസ്ലാമിന്റെയും മുസൽമാന്റെയും പ്രശ്നങ്ങൾ മുഖ്യ പ്രശ്നങ്ങളായി കണക്ക് കഴിയും എന്ന തിരിച്ചറിവ് മിന അവന് നൽകി ദുൽഹജ്ജ് 8. ഇപ്പോൾ ഇതാ അറഫയിൽ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിൽ തുറന്നു പറഞ്ഞു. പാപമോചന പ്രാർത്ഥന നടത്തി. ന്യായമായും തമ്പുരാൻക്ക് പുറത്തു തരും. ആ പുറത്തു തരുമെന്ന ഉറപ്പ് വീണ്ടും വീണ്ടും നൽകുകയാണ്. റസൂലുള്ളാഹി തന്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജിൽ അറഫയിൽ തന്റെ സഹാബാക്കളുടെ കൂടെ. അങ്ങനെ ഇരിക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. തിരുനബി ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ അവരോട് പറഞ്ഞേക്കൂ, മിണ്ടാതിരിക്കാൻ, എനിക്ക് അവരോട് സംസാരിക്കണം. അറഫയിൽ വെച്ച് സംസാരിക്കാൻ റസൂലുള്ളാഹി ശബ്ദമാധുരി കൊണ്ടും ശബ്ദ ഗാംഭീര്യം കൊണ്ടും ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി കൊണ്ടും പ്രഗത്ഭനായ ബിലാൽ റളിയല്ലാഹു തആല ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവിടെ കൂടിയ 1,14,000 പരം എന്ന് കണക്ക്, 1,24,000 പരം എന്നും കണക്ക്, 1.25 ലക്ഷം എന്ന് റൗണ്ട് ചെയ്ത് പണ്ഡിതന്മാർ. അന്ന് ഒത്തുകൂടിയ ഹാജിമാരുടെ എണ്ണം അതാണ്. ഉറക്കെ ബിലാൽ അൻസിതൂലി റസൂലില്ല, അള്ളാന്റെ റസൂലിന് വേണ്ടി നിശബ്ദരാകുവിൻ, റസൂലുള്ളാഹിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നിശബ്ദരായി. റസൂലുള്ളാഹി പറഞ്ഞു, അത്താനി ജിബ്രീലു ആരിഫ, ഇപ്പോൾ ജിബ്രീൽ വന്നു എൻ്റെ അടുത്ത്, നിങ്ങളോടൊക്കെ സലാം അറിയിച്ചിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്താ സന്തോഷ വാർത്ത? ഇവിടെ കൂടി എല്ലാവർക്കും അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു. എല്ലാവരും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. ആ സന്തോഷ പ്രകടനത്തിന്റെ ഹംദും തസ്ബീഹും മുടങ്ങിക്കൊണ്ടിരിക്കെ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. അദ്ദേഹം ഉറക്കെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലനാ ഹാദാ ഖാസ്സ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്? ഇപ്പൊ ഈ ഹജ്ജിൽ ഹബീബിന്റെ കൂടെ കൂടിയ, തിരുനബിയുടെ കൂടെ കൂടിയ ആളുകൾ, അവർക്ക് മാത്രമാണ് ഈ പാപമോചനം? അപ്പോൾ എല്ലാവരും ഇതിനുള്ള ഉത്തരത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുക. വല്ലാത്തൊരു ചോദ്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, അത് നിങ്ങൾക്ക് ശേഷം ഇവിടെ വരാനിരിക്കുന്നവർക്കുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഉമർ ഖത്താബ് പറഞ്ഞു, അല്ലാഹുവിന്റെ ഖൈർ എത്ര മഹത്തരമായിരിക്കും. അതാണ് അറഫയുടെ പ്രത്യേകത. ഈ പറഞ്ഞ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് നിഷ്കളങ്കമായി യാത്രയുടെ നിഷ്കളങ്കത്വം പറഞ്ഞു കഴിഞ്ഞു. അവിടെ എത്തിയിട്ട കർമ്മങ്ങളിലൂടെ പഠിക്കേണ്ട പാഠങ്ങളും പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഹാജി അറഫയിൽ എത്തിയതെങ്കിൽ തന്റെ ജീവിതത്തെ ശരിക്ക് കണക്ക് കൂട്ടിയിട്ട് സംഭവിച്ചു പോയ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് കണ്ണീർ വാർത്താൽ പാപങ്ങൾ കുറുക്കപ്പെട്ടു. അങ്ങനെയാണ് അറഫ. ആ പാപമോചനത്തിന്റെ ഇടമാണ് അറഫ. അവിടെ നിന്ന് പഠിക്കുന്ന ഒരു പാഠം കൂടിയില്ല, അതും അറഫ തിരിച്ചറിവാണ്. അന്നേ ദിനം തിരുനബി അവിടെ ഒരു പ്രസംഗം നടത്തിയില്ല. അറഫ പ്രസംഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ നമുക്കിപ്പോൾ സമയമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. അന്നിതുപോലെ മൈക്ക് സംവിധാനമില്ല. പക്ഷെ അവസാനത്തെ ആൾക്കും പ്രസംഗം കേൾക്കാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ നിർദ്ദേശിച്ചു, ഓരോ അകലത്തിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു തന്റെ വാഹനപ്പുറത്ത്.
തിരുനബി സംസാരിച്ചാൽ ആ ശബ്ദ പരിധിക്കകത്ത് ഉള്ളവർക്ക് കേൾക്കാം, അതിനപ്പുറത്തുള്ളവർക്ക് കേൾപ്പിക്കാൻ ഒരു മുനാദി അവിടെ എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹത്തിന്റെ ശബ്ദപരിധിക്ക് അപ്പുറത്ത് വേറെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കും, അതിനും അപ്പുറത്ത് പിന്നെ അങ്ങനെ ആളുകളെ നിർത്തിയിട്ട് റസൂലുള്ളാഹി പ്രസംഗം തുടങ്ങി. പ്രസംഗമധ്യേ റസൂലുള്ളാഹി ചോദിച്ചൊരു ചോദ്യം, അലാഹൽ ബല്ലഗ്തു, അലാഹൽ ബല്ലഗ്തു, എന്നെ ഏൽപ്പിച്ച നിയോഗം ഞാൻ ഭംഗിയായി നിർവഹിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചെന്നില്ലേ? തിരുനബിയുടെ ജീവിതത്തിന്റെ ഏറെക്കുറെ അവസാനത്തിലാണ്. നമുക്കറിയാം ഈ ഹജ്ജിന് ശേഷം പിന്നെ അധികം ദിവസം ജീവിച്ചിട്ടില്ല. അപ്പൊ അതൊരു വല്ലാത്ത വസിയത്താണ്. ഈ അറഫയിൽ ഹബീബിന്റെ വസിയത്തുണ്ട്. നമ്മുടെ ഹാജിമാരത് ഓർക്കാറില്ല. തിരിച്ചു വന്നാൽ പിന്നെ ആകെയുള്ള നമ്മുടെ 5 വക്ത് നിസ്കാരം, ഭക്ഷണം കഴിക്കുക, ഉറങ്ങാം. മിക്കവാറും ഹാജിമാർ അങ്ങനെയൊക്കെ ഉണ്ടാവുക. ആരോഗ്യാവസ്ഥ പ്രതിസന്ധിയിലായവരെ കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വസിയത്ത് കൊടുക്കുക, അതാണ് അറഫ, തിരിച്ചറിവ്. ഹാജിക്ക് ആ തിരിച്ചറിവോട് കൂടി വരാൻ പറ്റണം നാട്ടിലേക്ക്. അലാഹൽ ബല്ലഗ്തു, എന്നെ ഏൽപ്പിച്ച നിയോഗം ഞാൻ ഭംഗിയായി നിർവഹിച്ചില്ലേ? 13 കൊല്ലം മക്കയിൽ, 10 കൊല്ലം മദീനയിൽ, 23 കൊല്ലക്കാലം കൊണ്ട് ഇഖ്റയിൽ തുടങ്ങി അവതരണത്തിന്റെ ഘട്ടങ്ങളായ പ്രയാണത്തിലുള്ള വിശുദ്ധന്റെ പൂർത്തീകരണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. തൃപ്തിപ്പെട്ട ഈ ദീൻ നിങ്ങൾക്ക് ഇതാ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചില്ല. അപ്പൊ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താ? അവരൊക്കെ കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ട് നിൽക്കില്ല. ഓരോ വാക്കും സാഗൂതം സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുക. തിരുനബിയുടെ വസിയത്ത് അവർക്ക് മനസ്സിലായി, അധിക കാലം ഇല്ല ഇനി. ഇത് ആ നിലക്കുള്ള വർത്തമാനം. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുക. നിശബ്ദമാണ് ആ താഴ്വര. 1.25 ലക്ഷം ആളുകളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ കേൾക്കുന്ന പരിധിയിലെ ആൾക്കാർ, ബലായ റസൂലല്ലാഹ്, റസൂലെ അങ്ങത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഉടനെ അപ്പുറത്ത് എഴുന്നേൽക്കുന്ന ആള് ഇതേ ചോദ്യം, അലാൽ ബല്ലഗ്തു, അദ്ദേഹത്തിന്റെ ശബ്ദ പരിധിക്കകത്തുള്ള ബലായ റസൂലല്ലാഹ്, അലാൽ ബല്ലഗ്തു, ബലായ റസൂലല്ലാഹ്, ബലായ റസൂൽ ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ് അവിടെ, ആവർത്തിച്ച്. അതേ പ്രവാചകരെ, താങ്കളുടെ നിയോഗം താങ്കൾ ഭംഗിയായി പൂർത്തീകരിച്ചു, ഞങ്ങളതൊരു സാക്ഷികളാണ്. റസൂൽ അവസാനത്തെ ആളും ബലായ റസൂൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, എങ്കിൽ ഇനി നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, ഇസ്ലാമിനെ നിങ്ങൾ ഏറ്റെടുക്കണം. എത്ര പേർ ഏറ്റെടുത്തു? ഹജ്ജ് ചെയ്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, വലിയ കുറവൊന്നുമില്ല. പക്ഷെ എത്ര പേർ ഏറ്റെടുത്തു? അതാണ് ആവശ്യം. ഇനി ഇത് കിട്ടിയ നിങ്ങൾ കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. 1,24,000-ൽ പരം ആളുകൾ ഒത്തുകൂടിയ ഹജ്ജ് കഴിഞ്ഞിട്ട് അവരവിടെ വീട്ടിലേക്കല്ലത്രേ പോയത്. അവരെ യാത്രയാക്കിയ കുടുംബങ്ങളും സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ചരിത്രകാരന്മാർ പറയുന്നു, അവരുടെ വാഹനങ്ങൾ എങ്ങോട്ട് നിൽക്കുന്നു അങ്ങോട്ട് പോയില്ല. ലോകത്തിന്റെ നാനാദിക്കിലേക്കും പരന്ന ഈ സന്ദേശവുമായി ഈ 1.25 ലക്ഷം വരുന്ന ഹാജിമാരിൽ 10,000-ൽ താഴെ ആളുകളുടെ മാത്രം ഖബറിടങ്ങളാണ് മക്കയിലും മദീനയിലും ഉള്ളത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം. ബാക്കിയുള്ളവർ എവിടെ? ഖബർ തേടി നടന്ന് തബറുക്ക് നേടാൻ വേണ്ടി നോക്കുന്ന ആളുകൾ ചിന്തിക്കണം. അന്ന് ആദ്യ ഹജ്ജിൽ ഹബീബിന്റെ ആദ്യത്തെ അവസാന ഹജ്ജിൽ പങ്കെടുത്ത ആളുകളുടെ ഖബറിടങ്ങൾ മക്കയിലോ മദീനയിലോ ഇല്ല. ആഫ്രിക്കയിൽ, യൂറോപ്പിൽ, ഏഷ്യയിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, ഭൂഖണ്ഡങ്ങളിലേക്ക് പരന്നു അവർ. മരുപ്പറമ്പിൽ ജീവിക്കുന്നവര് നീന്തൽ പഠിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മുടെ നാട്ടിലെ വെള്ളക്കെട്ടും തോടും പുഴയും ഒന്നുമില്ല, ജീവഹാനി സംഭവിക്കൂല. നീന്തൽ പഠിക്കേണ്ട കാര്യമില്ല മരുപ്പറമ്പിൽ. പക്ഷെ നീന്തൽ പഠിച്ചു. കട്ടമരങ്ങൾ ചേർത്ത് കെട്ടി പായക്കപ്പൽ ഉണ്ടാക്കാൻ പഠിച്ചു. അന്ന് ഇന്നത്തെ പോലെ സ്ഥലം കണ്ടെത്താൻ മാപ്പ് സംവിധാനങ്ങളില്ല. കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം പോലും ഇല്ല. പകൽ സൂര്യൻ നോക്കിയും രാത്രി നക്ഷത്രം നോക്കിയും ദിശ കണ്ടുപിടിച്ച് മാസങ്ങളോളം മരണത്തോട് മുഖാമുഖം കണ്ട് കടലിലൂടെ സഞ്ചരിച്ച് അവർ കര പ്രാപിച്ചു. അതിലേതാനും ആളുകൾ കൊടുങ്ങല്ലൂർ കപ്പലിറങ്ങി മാലിക് ദീനാറെ കൂട്ട്. അപ്പൊ നമുക്ക് ഇസ്ലാം കിട്ടി.
നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാം കിട്ടിയില്ല, അയൽപ്പക്കത്തുള്ളവർക്ക് കിട്ടിയില്ല, കൂടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടിയില്ല, നമ്മുടെ കടയിൽ വരുന്നവർക്ക് കിട്ടിയില്ല, നമ്മുടെമായി സഹവാസം കിട്ടിയില്ല. അവർക്ക് ഇസ്ലാമിന് തെറ്റിദ്ധാരണ മാത്രം കിട്ടി. കൂടെ ജീവിക്കാൻ കൊള്ളാത്ത കൂട്ടരായിട്ട് മുസൽമാന്മാരെ ഇന്ത്യയിൽ വിലയിരുത്തി. അൺസിവിലൈസ്ഡ് പീപ്പിൾസ്, ബാർബേറിയൻസ്, അപരിഷ്കൃതരും കാടന്മാരുമായ ആളുകൾ ഇത് നമ്മളെ കുറിച്ച് അവർ പറഞ്ഞു. ഞാനും നിങ്ങളും പ്രതികളായി. പഠിച്ചില്ല ഹജ്ജിന്റെ പാഠങ്ങൾ, ഒന്നും ചെയ്തില്ല ഈ മാർഗത്തിൽ, ഇസ്ലാമിനെ ഏറ്റെടുത്തില്ല, വേറെ കുറെ കൊടി പിടിച്ചു, കുറെ മുദ്രാവാക്യം വിളിച്ചു, അനിസ്ലാമിക സംവിധാനത്തിന് വേണ്ടി പണമൊഴുക്കി, ഊർജം ചെലവഴിച്ചു, മുദ്രാവാക്യം വിളിച്ചു, രാപ്പകൽ അന്തിയുറക്കം ഉളച്ചു, കൊടിതോരണങ്ങൾ കെട്ടി പോസ്റ്റ് ഒട്ടിച്ചു. ഇസ്ലാമിന് വേണ്ടി ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇവൻ മനസ്സിലാക്കുന്നില്ല, ദിക്റിന്റെ എണ്ണത്തിന്റെ പെരുക്കത്തിലും അവന്റെ റക്അത്തിന്റെ എണ്ണ ബലത്തിലും അവന് സ്വർഗം കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു സ്വർഗം ഇല്ല. ഇസ്ലാം പഠിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറയാം. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ആരുടെയും തറവാട് സ്വത്തല്ല, ഇത് ഏറ്റെടുക്കുന്നവന് സ്വന്തമാണ്. ഇസ്ലാം ഒരു സംഘടനയുടെയും തറവാട് സ്വത്തല്ല, അഹ്ലു സുന്നത്തിന്റെയും അല്ല, ശീശത്തിന്റേതുമല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത് ഇന്നത്തെ അഹ്ലു സുന്നത്തുമല്ല, അത് കിതാബ് സുന്നത്തും വേറെ തന്നെയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോഗിക്കാനും തയ്യാറുള്ളവരാണ് ഇസ്ലാം. അവർക്ക് സംസാരിക്കാൻ നാവിന് ബലം ഉണ്ടാകും, അവർ ആരെയും ഭയപ്പെടില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഹാജിമാർ ലക്ഷങ്ങൾ ഓരോ പ്രദേശത്തുണ്ടായിട്ടും ഇസ്ലാം വളർന്നില്ല, അത് തളർന്നു. പൊയ്ക്കോ പാകിസ്ഥാനിലേക്ക് എന്ന് പറയാൻ ആളുകൾക്ക് തിടം വെച്ചു നാവിന്. അപകർഷതാവെന്ന് മാപ്പസാക്ഷികളായി ഈ നമസ്കാരത്തഴമ്പുകാർ. ഇതൊക്കെ സംഭവിച്ചതിന്റെ അടിസ്ഥാനം ഇങ്ങനെയൊക്കെയാണ്. പാഠങ്ങൾ ഒരുപാടുണ്ട് പഠിക്കാൻ. അതിന്റെ ദിക്റും സ്വലാത്തും മാത്രം പഠിച്ചത്. അതുകൊണ്ട് അലാഹൽ ബല്ലഗത്തുൽ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുടങ്ങട്ടെ. അറഫ, നമ്മളെ ദുൽഹജ്ജ് 9 അറഫ നോമ്പെടുക്കും. നമുക്ക് സുന്നത്താണ്. ഹജ്ജിൽ ഇല്ലാത്തവർക്ക് യുക്കഫിറു അസ്സനത്തൽ മാദിയ വൽ ബാഖിയ, ആ നോമ്പ് മുഖേന കഴിഞ്ഞ ഒരു വർഷത്തെ ശേഷം വരെ പാപങ്ങൾ പൂർത്തിക്കും. നമ്മൾ ആ നോമ്പൊക്കെ എടുക്കും. പക്ഷെ അറഫയുടെ ഈ തേട്ടം, അറഫയുടെ ഈ ആഹ്വാനം, തിരുനബിയുടെ വസിയത്ത്, അത് എന്റെ ബാധ്യതയാണല്ലോ, എന്റെ ഹബീബായ റസൂലിന്റെ വസിയത്താണ്. ഞാൻ പോയാലും അറഫ എന്റെ പാപം പുറത്ത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ പാപമോചനത്തിന് എനിക്ക് കൂടി പങ്കാളിത്തമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹജ്ജിന് പോയിട്ടാണെങ്കിൽ ഈ പോകും, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ഇല്ലെങ്കിലും പോകാൻ ആഗ്രഹമുണ്ട് എന്ന മനസ്സുള്ള വിശ്വാസിക്ക് ആ അറഫയിലെ ഈ തിരിച്ചറിവ് അവന്റെ പാഠമായിട്ട് മാറിയില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഹജ്ജ് അങ്ങനെ നടക്കുന്നു, ആളുകൾ പോകുന്നു വരുന്നു, അത്ഭുതങ്ങൾ സ്വന്തം വീട്ടിൽ പോലും അത്ഭുതം സംഭവിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ഹജ്ജല്ല ഇസ്ലാം പഠിപ്പിച്ച. സഹോദരന്മാരെ, അറഫാ ദിനത്തിന്റെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഹജ്ജ് നമ്മെ എങ്ങനെ മാറ്റുമെന്ന പാഠം പഠിച്ചുകൊണ്ട് ആ ഹജ്ജിനെ ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ സ്വോദ്ദേശപരമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ലോക മുസൽമാന്മാർക്ക് അല്ലാഹു ഉദവി നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ അലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസു ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനിയായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ബലിപെരുന്നാൾ നമുക്ക് സമീപസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. ബലിയും അതുപോലെ തന്നെ പെരുന്നാൾ ദിനവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തൊട്ടുമുമ്പ് അറഫാ ദിനവുമുണ്ട്. അതിൻ്റെ എല്ലാം പ്രാധാന്യവും പ്രത്യേകതയും നമുക്കറിയാം. അതിൻ്റെ മര്യാദകളും ചിട്ടവട്ടങ്ങളും അറിയാം. പലവരും നമ്മൾ മുമ്പിൽ കേട്ടതാണ്. അതുകൊണ്ട് ആ പവിത്രതയെ മാനിച്ചുകൊണ്ടും അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും ഇനിയുള്ള ദിനങ്ങളിൽ സവിശേഷമായ അത്തരം ദിനങ്ങളുടെ ഇസ്ലാമികമായ രീതിയിലുള്ള അനുഷ്ഠാനത്തിനും പ്രവർത്തനത്തിനും നാം സജ്ജമാവുക. ഈ ദിനങ്ങൾ ഏറെ സവിശേഷമാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിനങ്ങളാണ്.
ഏത് സൽപ്രവൃത്തിയും അധികം ചെയ്യാൻ ശ്രമിക്കുക എന്നത് ദിനത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന ഒരു രീതിയാണ്. 1 മുതൽ 10 വരെ സുന്നത്ത് നോമ്പായിട്ട് നോമ്പില്ല. അറഫ നോമ്പ് നിർബന്ധം എന്ന് പറഞ്ഞ സുന്നത്ത് മുഅക്കദ, ഊന്നലുള്ള സുന്നത്തായിട്ട് നമ്മൾ മനസ്സിലാക്കും. സാധ്യമാവുന്നവർക്ക് നോമ്പെടുക്കാം. നോമ്പും സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റും ദുആയും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളൊക്കെ ഈ ദിനങ്ങളുടെ സവിശേഷതയായിരിക്കണം. അതുകൊണ്ട് ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനങ്ങളെ പവിത്രമായി അംഗീകരിച്ച് ആദരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മുടെ സൽപ്രവൃത്തികൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات